ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ തമ്പനയിൽ കൊടുത്ത പോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരും ജാഗ്രതയായിട്ട് ഇരിക്കുക, ചതിക്കുഴിയിൽ വീഴരുത്. ചതിക്കുഴിയിൽ വീഴരുത് എന്ന് പറയാനുള്ള കാരണം എന്താണെന്നുള്ളത് ഈ വീഡിയോയിലൂടെ തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരുപാട് പേര് നമ്മളെ പറ്റിക്കാൻ നോക്കുന്നുണ്ടാവും. അതിൽ പറ്റിക്കപ്പെടാതിരിക്കാൻ നമ്മൾ സ്വയം ശ്രമിക്കണം. എന്താന്ന് വെച്ചാൽ ഇപ്പോൾ ഓൺലൈൻ മീഡിയയാണ്, യൂട്യൂബ് എന്ന് പറയുന്നതായിക്കോട്ടെ, ഏതൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയിക്കോട്ടെ, അതിൽ പല രീതിയിലും പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളെ ക്യാൻവാസ് ചെയ്യാൻ നോക്കും, ഇമെയിൽ ത്രൂ നോക്കും, അല്ലെങ്കിൽ കോൾ ചെയ്ത് നോക്കും, അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് അയച്ച് നോക്കും. ബാങ്കിന്റെ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഇത് ആധാറായിട്ട് ലിങ്ക് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ലിങ്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ്, അതുകൊണ്ട് ഇത്ര രൂപ ചെലവാക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വരും. ഒരുപാട് കാര്യങ്ങൾ വരും. ഏത് വിശ്വസിക്കാൻ പാടില്ല എന്നുള്ളത് നിങ്ങൾ അറിയാവുന്ന ആരോടെങ്കിലും ചോദിച്ചെങ്കിലും മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഒരു കാര്യം തീരുമാനിക്കുന്നതിന് മുമ്പ് അതുമായി നിങ്ങളുടെ റിലേറ്റീവ് ആയിട്ടുള്ള നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരാളോട് ചോദിച്ചിട്ട് മാത്രം അതിൽ ഉൾപ്പെടുക. ഓക്കെ, എന്താന്ന് വെച്ചാല് നിങ്ങൾക്ക് അറിയാത്ത ഒരു കാര്യമായിരിക്കും, പെട്ടെന്ന് അതിൽ അട്രാക്റ്റീവ് ആയിട്ട് പോയിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന അവസ്ഥ വരരുത്. പൈസ പോയ ഒരുപാട് കാര്യമുണ്ട്. അതുകൊണ്ടാണ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ നിങ്ങൾക്ക് റെക്കോർഡ് ഞാൻ കേൾപ്പിച്ചു തരാം. ഒരു നമ്മുടെ ഫാമിലിയുള്ള ഫ്രണ്ട് തന്നെയാണ്, അവര് പറഞ്ഞ ഒരു കാര്യം കേട്ടോ. ഞാൻ നിങ്ങൾക്ക് അവരുടെ റെക്കോർഡ് ഒന്ന് കേൾപ്പിച്ചു തരാം. ഓക്കെ, അപ്പോ ആദ്യം ഇതാണ് പറയുന്നത്. മോള് മറ്റേ ഡിഗ്രി കഴിഞ്ഞിട്ട് ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തതാണ്. അത് വെളിയിലുള്ള ഏതോ ഇന്റർവ്യൂ ആയിരുന്നു. അവരിങ്ങനെ അക്കൗണ്ട് ഡീറ്റെയിലും എല്ലാം അവളുടെയും ചോദിച്ചു, പാരന്റ്സിന്റെ വേണം പറഞ്ഞു, എന്റെ ആധാർ നമ്പറും ഫോൺ നമ്പറും അതുപോലെ തന്നെ പാൻ കാർഡും ഇതൊക്കെ കൊടുത്തേ. അപ്പോൾ കുറച്ച് ക്യാഷ് അവളുടെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നു, ഒരു 10,000 രൂപയോളം. അത് ഇന്റർവ്യൂ കഴിഞ്ഞ് വിത്തിൻ സെക്കൻഡിന്റെ ഉള്ളിൽ അവര് അത് അടിച്ചു മാറ്റി. ഫ്രോഡുകളായിരുന്നു. ഞങ്ങൾക്ക് ആൾക്ക് അറിഞ്ഞില്ല, അത് എന്താണെന്നുള്ളതൊന്നും അറിഞ്ഞില്ല. ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഓൾറെഡി ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തതുകൊണ്ട് കമ്പനിക്കാരെ വിളിക്കണം എന്ന് വിചാരിച്ചിട്ട് അവള് അക്കൗണ്ടിലേക്ക് ക്യാഷ് വേറെ ആളുടെ അറേഞ്ച് ചെയ്തിട്ട് അക്കൗണ്ടിൽ വെച്ചതായിരുന്നു. അവരെല്ലാം എല്ലാ ഫൈനൽ എല്ലാം ചോദിച്ച് പാരന്റ്സിന്റെ എല്ലാം ഡീറ്റെയിൽ എല്ലാം ചോദിച്ച് ഇന്റർവ്യൂ കഴിഞ്ഞെന്ന് പറഞ്ഞ ഒരു സെക്കൻഡിന്റെ ഉള്ളിൽ പൈസയും പോയി, ഫോണും സ്വിച്ച് ഓഫ് ആയി. ഇപ്പൊ എനിക്ക് എന്താ പേടിന്ന് വെച്ചാൽ എന്റെ ഡീറ്റെയിലും കൊടുത്തിട്ടുണ്ടേ, പാൻ കാർഡും എന്റെ ഫോൺ നമ്പറും OTP വന്നതൊക്കെ കൊടുത്തു. അപ്പൊ നമ്മള് എന്റെ ചാനലിൽ ബാധിക്കില്ലേ ബ്രോ? പെട്ടെന്ന് ഒന്ന് റിപ്ലൈ തരുമോ ബ്രോ? ഇപ്പൊ എനിക്ക് ഭയങ്കര ടെൻഷൻ, പൈസ പോയതിനെക്കാട്ടിലും അതൊരു ടെൻഷൻ. പിന്നെ ചാനലിന്റെ ഡീറ്റെയിൽ ഫുള്ളും അവര് കൈക്കലാക്കുവോ, അതാ ഗൂഗിൾ ആഡ്സൻസ് ഒക്കെ കട്ടാവോ, എന്റെ പാൻ കാർഡ് ഒക്കെ കൊടുത്തതുകൊണ്ടേ അക്കൗണ്ട് മറ്റേ മാറ്റാൻ പറ്റുമോ, അങ്ങനെ എന്തെങ്കിലും ചാൻസ് ഉണ്ട് ബ്രോ? അത് ടെൻഷൻ അടിച്ച് ഭ്രാന്താവുമെന്ന്. ഓക്കെ, അപ്പൊ ഞാൻ ഇവർക്ക് റിപ്ലൈ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആരെങ്കിലും ഇങ്ങനെ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ടൊക്കെയാണ്. ചാനൽ പാസ്വേഡ് ചേഞ്ച് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്, പെട്ടെന്ന് അങ്ങനെയുള്ള ഒരു കാര്യം ആയതുകൊണ്ട്. അപ്പൊ ഇവിടെ പറയുന്ന കാര്യം നോക്കാം. അതവള് കമ്പനി കറക്റ്റ് ആയിട്ട് എന്താ പറയാ, കറക്റ്റ് ഒറിജിനൽ കമ്പനിയിൽ നിന്ന് വരുന്ന ID പോലെ തന്നെ ഉണ്ടായിരുന്നു ബ്രോ. 2 ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. വേറെ കുട്ടി അറ്റൻഡ് ചെയ്തതില്, ഒറിജിനൽ കമ്പനിയിൽ അറ്റൻഡ് ചെയ്തതില് ഇതുപോലെ അക്കൗണ്ടിൽ ബാലൻസ് വേണം എന്നൊക്കെ പറഞ്ഞ 75,000 ഒക്കെ അവരെന്നെ കമ്പനിക്കാരനെ കയറ്റിയിട്ടാണ് ജോബിന് വിളിച്ചിരിക്കുന്നത്. അപ്പൊ അതുപോലെ ആയിരിക്കും വെച്ചിട്ട് എന്തെങ്കിലും മിനിമം ബാലൻസ് എങ്കിലും വേണം പറഞ്ഞിട്ട് അവർ പറഞ്ഞതുകൊണ്ട് ഇപ്പൊ അക്കൗണ്ടിലുള്ളത് അങ്ങനെ പഠിച്ചു മാറ്റി. അറിയില്ലല്ലോ ബ്രോ, പെട്ടുപോയതാണ്. ഇനിയിപ്പോ പൈസ പോയതിനെ കുറിച്ച് എനിക്ക് സങ്കടമില്ല, എന്തെങ്കിലും കഷ്ടപ്പെട്ട് ഉണ്ടാക്കാം. അപ്പൊ എന്റെയും കൂടെ കൊടുത്തത് ആഡ്സൻസിനെയൊക്കെ ബാധിക്കുമോ എന്നുള്ള ആ ഒരു പേടി. രാത്രിയൊന്നും ഉറങ്ങിയിട്ടേ ഇല്ല. അക്കൗണ്ട് പുതിയതെടുത്തിട്ട് യൂട്യൂബിൽ കൊടുക്കാൻ പറ്റില്ല ബ്രോ. എനിക്ക് അത് അറിഞ്ഞാൽ മതി. അക്കൗണ്ടും ഫോൺ നമ്പറൊക്കെ മാറ്റാൻ പോവാണ്. അത് എനിക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ? കണ്ടു നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ തരൂ ബ്രോ. ചെയ്യാനായിട്ട് സംസാരിക്കാൻ പറ്റും. അത് ഫോൺ നമ്പറും ഇതായി പോയി, ആധാറും പോയില്ല. അതാണ് ഒരുപാട് ടെൻഷൻ. ഇപ്പൊ സത്യം പറഞ്ഞ സിനിമയിലൊക്കെ കാണിക്കുന്ന പോലുള്ള ചതിയിൽ പെട്ടുപോയി. ഇനി കഴിഞ്ഞതിനെ കുറിച്ച് കാര്യമില്ല. ഇനി വേണ്ടി ചതിക്കപ്പെടാതെ നോക്കണല്ലോ. അപ്പൊ അക്കൗണ്ടും മറ്റേ പാൻ കാർഡൊന്നും ചെയ്യാൻ പറ്റില്ല. ആധാറിലെ ഫോൺ നമ്പറൊക്കെ എല്ലാം ഒന്ന് മാറ്റാൻ വേണ്ടി പോവാണ്. അപ്പൊ എനിക്ക് മെയിനായിട്ട് ഇപ്പൊ ഞാൻ 2 വർഷം കഷ്ടപ്പെട്ടത് ചാനൽ എന്തെങ്കിലും ബാധിക്കപ്പെട്ട, അതാണ് ഏറ്റവും വലിയ പേടി. അക്കൗണ്ട് ചേഞ്ച് ചെയ്യല്ലോ. ഒരു കുട്ടി ഇങ്ങനെ അറിയുന്ന ഒരു കുട്ടി പറഞ്ഞു, പേടിക്കണ്ട അക്കൗണ്ട് ആഡ്സൻസിലെ അക്കൗണ്ട് ചേഞ്ച് ചെയ്യാ, പേടിക്കണ്ട പറഞ്ഞു. SBIയിലെ സാറന്മാരും പറഞ്ഞു നമുക്ക് ബ്ലോക്ക് ചെയ്ത് വെക്കുക, അയച്ച് പേടിക്കാന്ന് വേണ്ടാന്ന്. എങ്കിലും പിന്നീട് എന്തെങ്കിലും ബാധിക്കുമോ എന്നുള്ളൊരു പേടി. ഓക്കെ, അപ്പൊ ബാങ്കിന്റെ ചേഞ്ചസും കാര്യങ്ങളും ബാങ്കിൽ പോയിട്ട് ഇവർ സംസാരിച്ചിട്ടുണ്ടെന്നൊക്കെയാ പറഞ്ഞത്. ഇവിടെ കണ്ടോ, ശരിക്കും ഞാൻ എൻ്റെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് കുറച്ച് കാശ് കിട്ടി തുടങ്ങിയത്, ആഡ്സൻസിൽ നിന്ന് കിട്ടി തുടങ്ങിയത്. കഷ്ടപ്പെട്ടതിന്റെ പ്രതിഫലം അതാണ്. നമ്മളെല്ലാവരും കഷ്ടപ്പെടുന്നവർ തന്നെയാണ്. അതിന്റെ പ്രതിഫലം കിട്ടുമ്പോഴാണ് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മൾ അറിയാണ്ട് തന്നെ നമ്മൾ വിശ്വസിച്ച് പോകും. നമ്മൾ മെയിൻ ആയിട്ട് നമ്മളെ പോലെ നമ്മൾ പറ്റിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ് അറിയാം, നമ്മൾ അതിൽ വിശ്വസിക്കും. ഇപ്പോ നമ്മളോടിപ്പോ ഒരുപാട് പേര് വാച്ച് ടൈമിന്റെയും എല്ലാ വർക്കും തരാറുണ്ട്. ഒരുപാട് പേര് ആയതുകൊണ്ട് തരികയാണ് പറഞ്ഞാൽ തരുന്നത്. അത് എന്നോടുള്ള വിശ്വാസമാണ്. അത് കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് എന്റെ കടമയാണ്. അത് കാത്തു സൂക്ഷിക്കാത്ത പക്ഷം ഞാൻ ചതിയനാണ്, ഞാൻ വഞ്ചകനാണ്, ഞാൻ എല്ലാമാണ്. കാരണം അത് അവരോട് പറയണം. അഥവാ നമുക്ക് ആ വർക്ക് പെൻഡിങ് ആണ്, എന്തെങ്കിലും ഇപ്പോൾ യൂട്യൂബിന്റെ ഫിൽട്രേഷനും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമ്മൾ 15 ദിവസം കൊണ്ട് ആ വർക്ക് ചെയ്തു കൊടുക്കാൻ പറയുമ്പോൾ ചിലപ്പോൾ അതിൽ കുറച്ച് ഡിലേ വരും, കുറച്ച് മാസങ്ങൾ. എന്നാലും ഞാൻ അവർക്ക് റിപ്ലൈ കൊടുക്കും. ഇതുകൊണ്ടാണ് കേട്ടോ, യൂട്യൂബിന്റെ ഫിൽട്രേഷൻ ഉള്ളതുകൊണ്ടാണ് ഇത്തിരി ഡിലേ വരുന്നത്. നിങ്ങളുടെ വർക്ക് എവിടെയും സ്റ്റോപ്പ് ആവുന്നില്ല, അത് കംപ്ലീറ്റ് ആവും എന്നുള്ള അവർക്ക് നമ്മൾ റിപ്ലൈ കൊടുക്കും. അത് തന്നെ അവർക്ക് വലിയൊരു ആശ്വാസമാണ്. കാരണം ഇപ്പൊ പറയുന്നുണ്ടല്ലോ, റിപ്ലൈ തരുന്നുണ്ടല്ലോ. അതിലൊരു വഞ്ചനന്റെ ഒരു കാര്യം നമ്മളത് ചെയ്യുന്നതല്ല.
അങ്ങനെ ഒരു കാര്യം നമുക്കത് പോസിബിൾ ആയിട്ടുള്ള ചിന്തിക്കാനും കൂടി പറ്റാത്ത കാര്യമാണ്. ഒരു കാരണവശാലും നമ്മളത് ചെയ്യത്തില്ല. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നുണ്ട് കുറച്ച് കഷ്ടപ്പെട്ട്, നമുക്കറിയാം ആ കഷ്ടപ്പാട് എന്തിനാണ്. അവർ കാശ് കൊടുത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്തിനാണ് അവർ ചെയ്യുന്നത്? അവർക്ക് നാളെ ഇതിൽ നിന്ന് എന്തെങ്കിലും നേടണം, അല്ലെങ്കിൽ അതെന്റെ ആഗ്രഹമാണ്, അതെനിക്ക് മോണിറ്റൈസ് ആയിട്ട് കാണണം എന്നുള്ള ആഗ്രഹമാണ്. അതിന് വേണ്ടിയിട്ട് കാശ് ചെലവാക്കുകയാണ്. അങ്ങനെ ഒരുപാട് പേര് പൈസ ഇല്ലാഞ്ഞിട്ടടക്കം കടം വാങ്ങിയിട്ട് ലോൺ എടുത്ത് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മൾ ഉൾക്കൊള്ളണം. ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ക്യാഷ് എറിയുമ്പോൾ നിങ്ങൾ പരമാവധി ശ്രദ്ധിക്കുക. ഒരുപാട് പേര് ഇങ്ങനെ പറ്റി, ഇവർ അറിയാണ്ട് പെട്ടതാണ് കേട്ടോ. ഒരു മകളുടെ ഭാവിക്ക് വേണ്ടി പെട്ടതാണ്. ആരാണെന്നുള്ള ഡീറ്റെയിൽ ഒന്നും ഇവിടെ കൊടുക്കുന്നില്ല. അവരുടെ ഫോട്ടോസ് ഒക്കെ ഞാൻ ഹൈഡ് ചെയ്തിട്ടുണ്ട്, നമ്പർ ഹൈഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒന്നും കാര്യമില്ല. ഇതെല്ലാം നിങ്ങൾക്ക് ഒരു അവയർനെസ്, നിങ്ങൾ പെടാണ്ടിരിക്കാൻ വേണ്ടി പറഞ്ഞു തരുന്നതാണ്. ഇതെല്ലാം ഒരു അറിഞ്ഞു വെക്കണം. സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും ഞാൻ പറയാറുണ്ട്, നിങ്ങൾ ചാനൽ ലിങ്ക് പലവിടെയും കൊടുക്കാതിരിക്കുക. ചാനലിന്റെ ലിങ്ക് അല്ല, സോറി, ചാനൽ ഇമെയിൽ ഐ ഡി വെച്ചിട്ട് നിങ്ങൾ പലവിടെ ആക്സസ് കൊടുക്കാതിരിക്കുക. പല ആപ്ലിക്കേഷനിൽ ആക്സസ് കൊടുക്കാതിരിക്കുക. പല കാര്യങ്ങൾക്കും ചാനലില് ഇമെയിൽ ഐ ഡി ഉപയോഗിക്കാതിരിക്കുക. സ്പോൺസർഷിപ്പിന് വേണ്ടിയിട്ട് എബോട്ട് സെക്ഷനിൽ പലവരും അവരുടെ ചാനൽ ഇമെയിൽ ഐ ഡി കൊടുത്തിരിക്കുന്നത്. അങ്ങനെ കൊടുക്കാതിരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ കാത്തിരിക്കുന്നു. കുറ്റം പറയാനായി കുറെ പേര് അതൊക്കെയാണ് പേര്. സംഭവം അങ്ങനെയാണ്. നമ്മൾ വീണ് കിടക്കുമ്പോൾ നമ്മളുടെ മേലെ ചവിട്ടി അരയ്ക്കാനാണ് പലവരും ശ്രമിക്കുക. നമ്മൾ അതൊന്ന് കൈപിടിച്ച് ഉയർത്താൻ ആരും ഉണ്ടാവില്ല. അത് അവർക്ക് ഒരു രസമാണ്. അവർക്ക് അത് കാണണം എന്നുള്ള ഒരു ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാവും. ഓക്കെ, അപ്പൊ എല്ലാവരും അങ്ങനെ പറയല്ല. പലപ്പോഴും പലവരും നമ്മുടെ സമൂഹത്തിലൊക്കെ കണ്ടുവരുന്ന അങ്ങനെ തന്നെയാണ്. നമ്മളൊന്ന് വീണ് കാണാനാണ് ആഗ്രഹിക്കുന്നവർ. പലപ്പോഴും നമ്മളൊന്ന് കൈപിടിച്ച് ഉയർത്തിയാൽ നമ്മൾ അങ്ങോട്ട് നല്ല രീതിയിലും ഉയർന്നു പോകും. അത് അവർക്ക് അതിന്റെ ഗുണം നമ്മൾ ചിലപ്പോൾ കൊടുത്തു എന്ന് വരും. നമ്മളൊന്ന് ഉയർത്തുന്നുണ്ടെങ്കിൽ ആ ഒരു സപ്പോർട്ട് ചെയ്ത് ആരാണോ അവർക്ക് അതിന്റെ ഗുണം ലഭിക്കും. പക്ഷെ നേരെ മറിച്ചാണ് നടക്കുന്നത്. സമൂഹത്തിൽ പൊതുവെ നടക്കുന്നത് കൂടുതലും ഇങ്ങനെ ചവിട്ടി അരയ്ക്കുക, വീണ് അവിടെ കടന്ന് ചവിട്ടി അരയ്ക്കുക, അത്രേ ഉള്ളൂ. അല്ലാണ്ട് അങ്ങോട്ട് ഉയർത്തണം, അവരെ ഒന്ന് രക്ഷിക്കണം, അങ്ങനെയുള്ള മനോഭാവം ഉള്ള ഒരു കുറവാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ പറഞ്ഞത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പെടാതിരിക്കുക. എന്തൊരു കാര്യം ചെയ്യുമ്പോഴും ഒരു പ്രാവശ്യം ഒന്ന് ആലോചിക്കുക. അറിയാവുന്ന ആളുകളോട് സംസാരിക്കുക. അതിലൊരു കുറച്ചിലുമില്ല. നമുക്ക് അറിയില്ലെങ്കിലും എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയണമെന്നില്ല. അറിയാവുന്ന ആരോടെങ്കിലും ചോദിച്ച് കാര്യങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, ഇത് പിന്നെ ഞാൻ തമ്പനയിൽ അങ്ങനെ കൊടുത്തത് എന്താ വെച്ചാൽ, ഇങ്ങനെ ചതിക്കുഴി വീഴരുത് എന്നുള്ള ഉദ്ദേശത്തിലാണ്. അല്ലാണ്ട് മൈക്ക് വാങ്ങിയാലും ഒരു കുഴപ്പമില്ല കേട്ടോ. മൈക്കിനെ കുറിച്ച് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. മൈക്കിന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ വീഡിയോയിലൂടെ തന്നെ ഞാൻ പറഞ്ഞുതരാം. മൈക്കിന്റെ കാര്യം പറയുന്നതിന് മുമ്പ് അതിന്റെ കമന്റ് ഒന്ന് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. അപ്പൊ ഒരുപാട് പേര് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഷിജോപ്പി ബ്രോ അടക്കം ചോദിച്ചു, മൈക്ക് എങ്ങനെയാണ്, നന്നായിട്ടുണ്ടോ, യൂസ്ഫുൾ ആണോ എന്നൊക്കെ. ഞാൻ തീർച്ചയായിട്ടും റെക്കമെൻഡ് ചെയ്തു. നല്ല മൈക്കാണ് ബ്രോ, വാങ്ങിക്കോളൂ. കാരണം 1799 രൂപയ്ക്ക് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, മൊബൈലിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഇത്തരത്തിലുള്ള ഒരു മൈക്ക് കിട്ടുന്നു. ഒപ്പം ഇതുപോലെ ഒരു മൈക്കും കൂടി കിട്ടുന്നു. 2 മൈക്ക് കിട്ടുന്നു, ഒരു റിസീവറും കിട്ടുന്നു. ഓക്കെ, റിസീവർ ചാർജ് ചെയ്തു. ഞാൻ അരമണിക്കൂർ പച്ച ലൈറ്റ് തന്നെയാണ് കത്തുന്നത്. ഇതിൽ കണ്ടോ പച്ച ലൈറ്റ് കത്തുന്നത്, ഓൺ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. രണ്ടും ഇപ്പൊ റെക്കോർഡ് നടക്കുന്നുണ്ട്. ഇതും കുത്തി വെച്ചിട്ടുണ്ട്, ഇതും കുത്തി വെച്ചിട്ടുണ്ട്. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് ഈ ഒരു പിന്ന് കണ്ടോ, ഈ ഒരു ക്ലിപ്പ്, ഇത് 360 ഡിഗ്രി ഇങ്ങനെ തിരിക്കാം. അപ്പൊ നമുക്ക് ഷർട്ടിൽ ഇങ്ങനെ വെക്കാം, എങ്ങനെ വേണമെങ്കിലും കുത്താം. മറ്റുള്ള മൈക്കില്ലേ, അത് എനിക്ക് പോസിബിളായി തോന്നിയില്ല. അത് ഒരു ഭാഗത്താണെങ്കിൽ ആ ഒരു ഭാഗത്ത് തന്നെ മൈക്കിന്റെ ഈ ഒരു മോപ്പ് അല്ലെങ്കിൽ ഈ മുകള് ഭാഗം കറക്റ്റ് അങ്ങനെ തന്നെ നിൽക്കുള്ളൂ. ഇപ്പൊ ഇങ്ങനെ കുത്തി, ഈ പിന്നെ ഇങ്ങനെയാണ്, ഇങ്ങനെ കുത്തി ഇങ്ങനെ നിൽക്കേണ്ടി വരും. ഇങ്ങനെ ചരിച്ച് ആ പിന്നെ മാറ്റാൻ സാധിക്കില്ലല്ലോ. ഇത് 360 ഡിഗ്രി തിരിക്കാവുന്നത് കൊണ്ട് നമുക്ക് ഈ മൈക്കിന് എങ്ങനെ വേണമെങ്കിലും കോളറിൽ പിൻ ചെയ്യാം. എങ്ങനെ പിൻ ചെയ്യാം, മൈക്ക് മോളിക്കാണ്. അപ്പൊ അതൊക്കെ ഒരു ഗുണമാണ്. പിന്നെ ഒരുപാട് പേര് കമന്റ് ചെയ്തത് ഞാൻ പറഞ്ഞുതരാം. 2 മൈക്ക് കിട്ടുന്നുണ്ട്, ഒരു റിസീവർ കിട്ടുന്നുണ്ട്. അപ്പം മൊബൈലിൽ ഒരുപാട് പേര് വീഡിയോ ചെയ്യുന്നുണ്ട്, അവർക്കൊക്കെ ഗുണമാണ്. അപ്പൊ ഇതിന്റെ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ചോദിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ആ കാര്യങ്ങൾ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് അവർ പറഞ്ഞ കാര്യങ്ങൾ കാണിച്ചു തരാം. ഒരുപാട് സുഹൃത്തുക്കൾ നമ്മുടെ കയ്യിൽ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വൈറ്റി സ്റ്റുഡിയോ എടുക്കണം കേട്ടോ. വൈറ്റി സ്റ്റുഡിയോ ഞാൻ ഓപ്പൺ ചെയ്തിട്ട് മൈക്കിൻ്റെ കണ്ടോ, അതിൽ ഏകദേശം 5400 പേര് വീഡിയോ കണ്ടിട്ടുണ്ട്. ഓക്കെ, അവറേജ് വ്യൂ ഡ്യൂറേഷൻ ഒക്കെ കുറവാണ്, കുഴപ്പമില്ല. അത്രയും പേര് കണ്ടിട്ടുണ്ട്, ഒരുപാട് പേർക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ വ്യൂ മോറിൽ ക്ലിക്ക് ചെയ്യണ്. അപ്പൊ ഞാൻ വാങ്ങി സാംസങ് ഫോണിൽ പെയർ ആകുന്നുണ്ട്, ബട്ട് സമയം എടുക്കുന്നുണ്ട്. അത് ചിലവരുടെ ഫോണിൽ അങ്ങനെയായിരിക്കും. എനിക്കൊക്കെ അതിൽ കുത്തിയതും പെയർ ആയിട്ടോ, വളരെ സിമ്പിൾ ആയി ചെയ്തു. ഐഫോണിന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം, ഐഫോൺ യൂസ് ചെയ്യുന്നവർക്കും എങ്ങനെയാണെന്നുള്ളത്. അതുപോലെ ഇതിന് താഴെ ഇത് ഫോണിലെ ബിൽഡിംഗ് റെക്കോർഡിംഗ് ആപ്പിൽ വർക്ക് ചെയ്യുമോ ഒന്ന് ചെക്ക് ചെയ്ത് പറയാമോ, വോയിസ് ഓവർ വീഡിയോ ആണ് ചെയ്യുന്നത്. ഇത് എനിക്ക് ആപ്ലിക്കേഷൻ ത്രൂ എങ്ങനെയാണെന്ന് ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ. സാർ അടിപൊളി മൈക്കാണല്ലോ. ഓക്കെ, താങ്ക് യു. വളരെ ഉപകാരപ്രദമായ വീഡിയോ. ഒരു വയർലെസ് മൈക്ക് വാങ്ങണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. താങ്ക്സ്. ഓക്കെ, നല്ലൊരു, ഞാൻ റെക്കമെൻഡ് ചെയ്യും. ഞാൻ ഇപ്പോൾ ഇതുവരെ ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഞാൻ അങ്ങനെയുള്ള സാധനങ്ങളെ റെക്കമെൻഡ് ചെയ്യാറുള്ളൂ നമ്മുടെ ഫാമിലിക്ക്. ഓക്കെ, പിന്നെ സി ടൈപ്പ്, അതെ, സി പോർട്ട് അങ്ങനെയുള്ളതിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ കേട്ടോ.
ഓക്കെ, അത് സി പോർട്ട് ആണെന്ന് ചെക്ക് ചെയ്യണം. അവരുടെ മൊബൈലിലെ വർക്ക് ചെയ്യുള്ളൂ. ഐഫോണിന് വേറെ പിന്നെ എക്സ്ട്രാ തരുന്നുണ്ട്. ഇതുപോലെയൊന്ന് വാങ്ങണമെന്ന് കുറേ ആയി നോക്കുന്നു, നല്ലത് കിട്ടുന്നില്ല. ഓക്കെ, സാധാരണക്കാർക്ക് വാങ്ങാൻ പറ്റും. ഗുഡ് വീഡിയോ, സൂപ്പർ മൈക്ക്. ഓക്കെ, ഇക്ക നല്ല മൈക്കാണ്. വില കൂടിയ മൈക്ക് വാങ്ങാൻ പറ്റാത്തവർക്ക് വളരെ ഉപകാരമാണ് ഇത്. ഓക്കെ, ഉപകാരമാണ്. മറ്റേ റോഡിന്റെ മൈക്കിനൊക്കെ 30,000, 2 മൈക്കും ഒരു റിസീവർ കിട്ടുന്ന 30,000 റുപ്യന്റെ മുകളിൽ പോകുന്നുണ്ട്. അപ്പൊ അത് നോക്കുമ്പോൾ നമുക്ക് ഇത് ഉപയോഗിക്കാം, മൊബൈലിൽ റെക്കോർഡിങ് ചെയ്യാം, മൊബൈലിൽ ഉപയോഗിക്കാം. മൊബൈൽ ക്യാമറ ആണ് കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത്. നമ്മളെ പോലെയുള്ള യൂട്യൂബേഴ്സ് ഒക്കെ ഏറ്റവും കൂടുതൽ മൊബൈൽ ഉപയോഗിക്കുന്നത്. അവർക്ക് ഇത് പറ്റും വ്ളോഗ് ചെയ്യാൻ. എപ്പോഴും കൈ കൊണ്ട് നടക്കുന്നതല്ലേ, ഇത് ആകുമ്പോൾ പോക്കറ്റിലൂടെ. ഓക്കെ, പിന്നെ റോഡിന്റെ വാങ്ങേണ്ടതല്ലേ, റോഡിന് നല്ല ക്വാളിറ്റിയാണ്. അതിന്റെ പോരായ്മയും ഗുണവും ഞാൻ പറഞ്ഞുതരാം. റോഡിന് ഇപ്പൊ തന്നെ ഞാൻ പറയാം, റോഡിന്റെ ആകുമ്പോൾ അതില് ബ്ലിങ് ചെയ്യുന്നുണ്ട്, എത്ര ചാർജ് കയറുന്നുണ്ട്, എത്ര ചാർജ് ഉണ്ട് എന്നൊക്കെ കാണാൻ പറ്റും. ഇതിൽ അത് പറ്റില്ല. ആ ഒരു കുറവാണ്. കാരണം ഇതിൽ നമ്മൾ എപ്പോൾ ഉപയോഗിക്കുമ്പോഴും നമുക്കൊരു ഐഡിയ വേണം എത്ര നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഏകദേശം ഇതിൽ 3 മണിക്കൂറൊക്കെയാണ് ചാർജ് നിൽക്കുള്ളൂ എന്നാണ് കമന്റിൽ കണ്ടിരിക്കുന്നത്. എന്റെ ചാർജ് ഡിസ്സായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ചാർജ് കയറ്റാൻ, അതായത് ഡിസ്സായി പറഞ്ഞ് വാങ്ങിയ ശേഷം ഞാൻ ഒരു പ്രാവശ്യം ചാർജ് ചെയ്തിട്ടുള്ളൂ. അത് 1 മണിക്കൂറായി ഇതിൽ ചാർജ് കംപ്ലീറ്റ് ആവാൻ. ഓക്കെ, അപ്പൊ ചാർജ് കയറ്റുമ്പോൾ റെഡ് ആണ് കാണുക. മൈക്കിൽ ചാർജ് കയറ്റുമ്പോൾ റെഡ് സിഗ്നലാണ് കാണുക. ചാർജ് ഫുൾ ആയി കഴിഞ്ഞാൽ അത് സിഗ്നലേ ഉണ്ടാവില്ല. അതായത് ഗ്രീൻ സിഗ്നൽ ഉണ്ടാവില്ല. ഗ്രീൻ സിഗ്നൽ വരുമെന്നാണ് ഞാൻ വിചാരിച്ചു. ഫുൾ ആയി കഴിഞ്ഞാൽ അതൊന്നും വരുന്നില്ല, റെഡ് ആയിട്ട് പിന്നെ അങ്ങനെ ഓഫ് ആകുകയാണ് കേട്ടോ. 2 മൈക്കും ഞാൻ ചാർജ് ചെയ്തപ്പോൾ അങ്ങനെ തന്നെയാണ്. ഏകദേശം 1 മണിക്കൂർ 1.25 മണിക്കൂറിലാണ് സമയം എടുത്തിരിക്കുന്നത്. ഒരു മൈക്ക് 1.25. എനിക്ക് തോന്നുന്നു അഡാപ്റ്റർ കുറച്ച് പവർ ഉള്ളത് കൊണ്ടാണ് തോന്നുന്നു അത് വേഗം 1 മണിക്കൂറിലായത്. സാധാരണ അഡാപ്റ്ററിൽ ഇപ്പൊ സാംസങ്ങിന്റെ വെച്ചപ്പോൾ അതിൽ 1 മണിക്കൂർ ടൈം എടുത്തു. ഓക്കെ, അപ്പൊ 1 മണിക്കൂർ 1.25 ടൈം എടുക്കുന്നുണ്ട് ഫുൾ ആവാൻ കേട്ടോ. അപ്പൊ ഇതിപ്പോ ഫുള്ള് ആയിട്ടിരിക്കുകയാണ്. അപ്പോ ഏകദേശം 3 മണിക്കൂറൊക്കെ നമുക്ക് കണ്ടിന്യൂ ആയിട്ട് റെക്കോർഡ് ചെയ്യാമെന്നാണ് ചില സുഹൃത്തുക്കൾ കമന്റായി പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇത് വാങ്ങണമെന്നുണ്ട്, പക്ഷെ കുറച്ച് സംശയം ഉണ്ട്. മറുപടി തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഫുൾ ചാർജ് ചെയ്യാൻ ഏകദേശം എത്ര സമയം എടുക്കും? അതാണ് ഇപ്പൊ പറഞ്ഞു കേട്ടോ. ഏകദേശം 1 മണിക്കൂർ ടൈം എടുക്കുന്നുണ്ട്. എത്ര സമയം വരെ തുടർച്ചയായി റെക്കോർഡ് ചെയ്യാം? അതും ഏകദേശം 3 മണിക്കൂർ വരെയൊക്കെ ചെയ്യാമെന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് വായു ഭാഗത്ത് അടുത്ത് തന്നെ പിടിക്കണം. വേണ്ടാലോ, ഞാൻ വായു ഭാഗത്തല്ലോ വെച്ചിരിക്കുന്നത്. ഞാനത് ആ മൈക്കിന്റെ റിവ്യൂ ചെയ്യുമ്പോൾ തന്നെ ഞാനത് കൂടുതൽ നീട്ടിപ്പിടിച്ചിട്ടൊക്കെയാണ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ച് അകലെ പിടിച്ച വോളിയം കുറവായിരിക്കുമോ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ആ മൈക്കിന്റെ റിവ്യൂ കണ്ട ഒന്ന് മനസ്സിലാവും. ഓക്കെ, നോയിസ് ക്യാൻസലേഷൻ നമ്മൾ സംസാരിക്കാതെ ഇരിക്കുന്ന സമയത്ത് നടക്കുമോ? അത് നടക്കില്ല. നമ്മൾ സംസാരിക്കുമ്പോഴേ നോയിസ് ക്യാൻസലേഷൻ ഉണ്ടാവുകയുള്ളൂ. കാരണം ഞാൻ ആ വണ്ടിന്റെ ചെയ്തതില് നോയിസ് ക്യാൻസലേഷൻ പക്ക സൂപ്പറാണ്. അത് എനിക്ക് ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം വണ്ടികൾ അടുത്തുകൂടെ പോണതിന്റെ സൗണ്ടേ ഇല്ല. അതിന് എനിക്ക് വളരെ സന്തോഷം തോന്നി. പിന്നെ ഞാൻ ആ വീഡിയോന്റെ ഭാഗം കട്ട് ചെയ്തു. ഒരു ടിപ്പർ പോകുമ്പോൾ ഞാൻ എന്ത് ചെയ്തൊരു സംസാരിച്ചില്ല, പക്ഷെ അതില് ടിപ്പറിന്റെ സൗണ്ട് ഉണ്ട് കേട്ടോ. നമ്മൾ സംസാരിക്കുമ്പോൾ നോയിസ് ക്യാൻസലേഷൻ അടിപൊളിയാണ് ഇത്. ഓക്കെ, പിന്നെ ബിൽഡ് ക്വാളിറ്റി എങ്ങനെയുണ്ട്? ബിൽഡ് ക്വാളിറ്റി സൂപ്പറാണ് കേട്ടോ, നന്നായിട്ടുണ്ട്. ഓക്കെ, ഇതിന്റെ ഉള്ള ആൻസർ ഒക്കെ കിട്ടിയല്ലോ. ഇത് ആക്ഷൻ ക്യാമറ ഗോപ്രോയിൽ ഉപയോഗിക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗോപ്രോയിൽ ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളത് ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ ഇത് മേടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല മൈക്കാണ്. ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ബാറ്ററി ഫുൾ ചാർജ് ഉണ്ടോ എന്ന് അത് ശ്രദ്ധിക്കണം കേട്ടോ, എല്ലാവരും ശ്രദ്ധിക്കണം. ഞാനൊരു വീഡിയോ എടുത്തപ്പോൾ കുറച്ച് മാത്രമേ വോയിസ് റെക്കോർഡ് ആയുള്ളൂ. വീഡിയോ എഡിറ്റിംഗ് ചെയ്യുന്ന നേരത്തെ ബാക്കി 3/4 ഭാഗവും വോയിസ് റെക്കോർഡ് ആയിട്ടില്ല എന്ന് ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട്. ഓക്കെ, വീഡിയോ എടുക്കുമ്പോൾ ബാറ്ററി ചാർജ് ഇറങ്ങി പോകുന്നത് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. അതുകൊണ്ട് വീഡിയോ എടുക്കുമ്പോൾ ഫുൾ ചാർജിൽ ഉപയോഗിക്കുക. ഇങ്ങനെ ഒന്ന് ശ്രദ്ധിക്കണം, ഫുൾ ചാർജിൽ ഉപയോഗിക്കും. വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾ ഫുൾ ചാർജിൽ തന്നെ ആക്കിയിട്ട് എടുക്കാൻ നോക്കുക. അത്യാവശ്യം ചാർജ് കുറവാണെങ്കിൽ തീർച്ചയായിട്ടും ചാർജ് ആക്കിയിട്ട് വീഡിയോ എടുക്കാൻ നിന്നാൽ മതി. ഓക്കെ, ഈ കാര്യം ശ്രദ്ധിക്കാമല്ലോ. ഇതിന് താഴെ കുറച്ച് കമന്റുകളൊക്കെ വന്നിട്ടുണ്ട്. സത്യം, ഫുൾ ചാർജ് ആക്കിയാൽ എത്ര സമയം ഉപയോഗിക്കാം? യൂസ് ചെയ്യുന്ന സമയം പവർ ബാങ്കിൽ ചാർജ് ചെയ്യാൻ പറ്റും. പവർ ബാങ്കിൽ പറ്റും. പുതിയത് ഏകദേശം 2-3 മണിക്കൂർ ഒക്കെ കിട്ടും. ഓക്കെ, പുതിയത് എന്ന് പറയുന്നത് അറിയില്ല, നമ്മൾ വാങ്ങുന്നത് പുതിയ മൈക്ക് തന്നെ. ഓരോ പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ ചാർജ് ചെയ്ത് ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഓക്കെ, പവർ ബാങ്കിൽ ചാർജ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഇവിടെ താങ്ക് യു ബ്രോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരെണ്ണം വാങ്ങുന്നത് കൊണ്ട് കുഴപ്പമില്ല അല്ലെ? ഇഷ്ടം ഉണ്ടോ ബ്രോ? അത് അദ്ദേഹത്തിന് ഇഷ്ടമുണ്ടോ? റിപ്ലൈ കൊടുക്കുക. ഇതുപോലെ നമ്മളും അറിയാവുന്ന കാര്യം ഓരോരുത്തരും റിപ്ലൈ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫാമിലിക്ക് വളരെ ഹെൽപ്ഫുൾ ആണ്. അതാ ബ്രോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഈ മൈക്കിനെ കുറിച്ച് ഒരുപാട് പേര് കമന്റ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് പേർക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്കും അതൊന്ന് വാങ്ങി ഉപയോഗിക്കാൻ പറ്റുന്നവരാണെങ്കിൽ വാങ്ങിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ മുമ്പ് ഉപയോഗിച്ചിട്ടുള്ള മൈക്ക് ഇതാണ്, ആംബിറ്റ്യൂവിന്റെ. ഇത് നല്ല മൈക്കാണ്. കേബിൾ ഉണ്ട് എന്നുള്ളൂ, വയർലെസ് അല്ല, കേബിൾ ഉണ്ട് എന്നുള്ളൂ. നല്ല മൈക്കാണ് കേട്ടോ. ഇതും തരക്കേടൊന്നുമില്ല. ഇതും ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റിയ നല്ല കണ്ടീഷൻ മൈക്കാണ്. ഇതാകുമ്പോൾ എല്ലാ ഫോണിലും ഉപയോഗിക്കാനും പറ്റും കേട്ടോ. ഇത് മറ്റുള്ള ബൊയയുടെ ഒക്കെ ഞാൻ ഉപയോഗിക്കുമ്പോൾ എന്റെ റിയൽമിയിലൊന്നും സപ്പോർട്ട് ആയില്ല. ഇത് എല്ലാത്തിലും സപ്പോർട്ട് ആവുന്ന മൈക്കാണ് കേട്ടോ. ഇത് ആംബിറ്റ്യൂ എന്നാണ് കമ്പനീന്റെ. ഏകദേശം 699 രൂപ എന്തോ പ്രൈസാണ് ഫ്ലിപ്കാർട്ടില്.
അപ്പോൾ ഇതൊക്കെയാണ് മൈക്കിനെ കുറിച്ച് പറയാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. മൈക്ക് കുഴപ്പമില്ല, തരക്കേടില്ല, നല്ല മൈക്ക് തന്നെയാണ്. ഈ പ്രൈസ് റേഞ്ചിൽ 2 മൈക്കും ഒരു റിസീവറും കിട്ടുക എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ എന്റെ കാര്യം നമ്മുടെ ഫാമിലിയോട് പറയുന്നു മാത്രം. മൈക്കിന്റെ ലിങ്ക് ഞാൻ ഒന്നും കൂടി ഇതിൽ കമന്റായി പിൻ ചെയ്ത് വെക്കാം കേട്ടോ. ആർക്ക് വേണമെങ്കിലും അതിൽ ക്ലിക്ക് ചെയ്ത് പർച്ചേസ് ചെയ്യാം. നിങ്ങളുടെ താല്പര്യമാണ്, വാങ്ങണോ വാങ്ങണ്ട എന്നുള്ളതൊക്കെ. ഞാൻ അതിന്റെ കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന സാറ്റിസ്ഫിക്കേഷൻ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തെന്ന് മാത്രം. ഓക്കെ, അപ്പൊ എനിവേ ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ജയ് ഹിന്ദ്. ഹലോ, അസ്സലാമു അലൈക്കും. ഷമീർക്ക് എന്താ വിശേഷം? കുഴപ്പമില്ല. നിങ്ങളൊരു മൈക്ക് പരിചയപ്പെടുത്തിയിരുന്നില്ല, ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്ത നമ്മുടെ ഒരു എന്താണ്, പിന്നെ 2 ദിവസം മുമ്പ് നിങ്ങളുടെ യൂട്യൂബിൽ ഒരു അൺബോക്സിംഗ് വീഡിയോ ഉണ്ടായിരുന്നല്ലോ. ഞാനത് ആ മൈക്ക് ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്ത് സാധനം വരുത്തി. 1789 ഞാൻ പ്രൈസ് ആയിട്ട് സാധനം വന്നു. മൈക്കൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഫോട്ടോ ഒന്ന് കാണിച്ചു തരാം. അതിലെ റിസീവറിൽ ഞാൻ എൻ്റെ ഐഫോണാണ്, പക്ഷേ ഐഫോണിൽ എങ്ങനെ നോക്കിയിട്ടും ഈ സാധനം എടുക്കുന്നില്ല. OTGയുടെ പ്രശ്നമാണോ എന്താണെന്ന് സംഭവം മനസ്സിലാവുന്നില്ല. നമ്മുടെ മൈക്ക് എന്തായാലും 2 കംപ്ലൈൻ്റ് ആണ്. പെയറിംഗ് ഉണ്ട്, ലൈറ്റ് കത്തുന്നു, നിങ്ങൾക്ക് ഉദ്ദേശം പറഞ്ഞതുപോലെ തന്നെ റെഡ് ആൻഡ് ഗ്രീൻ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്, എല്ലാം ഓക്കെയാണ്. പക്ഷേ എനിക്ക് എങ്ങനെ നോക്കിയാലും നമ്മുടെ ബ്ലൂടൂത്തിൽ സെർച്ചിലെങ്കിലും വരുന്നില്ല. കണക്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ടെക്നിക്കലായിട്ട് പറഞ്ഞെങ്കിൽ ചെയ്യാനുണ്ടോ എന്നതിനെക്കുറിച്ച് അറിയുമെങ്കിലും ഒന്ന് പറഞ്ഞിരുന്നു. റിസീവർ ഇപ്പം ഞാൻ കുത്തി വെച്ചിട്ടുള്ളത് ചാർജിൽ. അപ്പോൾ അത് നോർമലി ഇപ്പോൾ 2 ഈ മൈക്കുകളൊക്കെ കുത്തി കൊടുക്കുന്ന സമയത്ത് റെഡ് ലൈറ്റ് വരുന്നുണ്ട് ചാർജിൽ ഇടുന്ന സമയത്ത്. ആ റിസീവറിൽ ചാർജിൽ ഇടുന്ന സമയത്ത് ജസ്റ്റ് കുത്തി കൊടുക്കുന്ന സമയത്ത് ഒരു പച്ച ലൈറ്റ് വരും, പിന്നെ ലൈറ്റ് ഒന്നും വരുന്നില്ല. അപ്പം ഞാൻ അതിൻ്റെ കംപ്ലൈൻ്റ് ആണോ? നമുക്ക് വേറൊരു ഫോണിലിട്ട് ചെക്ക് ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ C ടൈപ്പ് പിന്നുള്ള ഒരു ഫോണും ഇല്ല. അതാണ് ഇതിൻ്റെ സംഭവം. ക്ലിയർ കിടക്കാച്ചി നമ്മുടെ ബ്ലൂടൂത്ത് മൈക്ക് പോലെ ഡിവൈസ് ബ്ലൂടൂത്തായിട്ട് കണക്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ്. നമ്മുടെ ഈ ഒരു റിസീവർ കണക്ട് ചെയ്യുന്നതോടുകൂടെ മൈക്ക് കണക്ട് ആണ്. ഓക്കെ, വളരെ ക്ലിയർ, നല്ല ക്ലിയർ ഉണ്ട്.